മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം അറിയുന്നതും അറിയാത്തതുമായ ലോകമെമ്പാടുമുള്ള 2 കോടി നഴ്സുമാരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നഴ്സസ് ടൈമിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നഴ്സിംഗ് മറ്റെല്ലാ പ്രൊഫഷനെയും പോലെ പണം സമ്പാദിക്കാനുള്ള ഒരു ജോലി മാത്രമല്ല. അതൊരു ദൈവിക ശുശ്രൂഷയാണ്, അതൊരു ദൈവിക വിളിയാണ്. ഇത് പലതവണ നാം കേട്ടുകഴിഞ്ഞു. അതിനുള്ള കാരണവും നമുക്കറിയാം. ദൈവം ഒത്തിരി സ്നേഹത്തോടെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മെനഞ്ഞെടുത്ത മനുഷ്യ ജീവിതങ്ങളെയാണ് ഓരോ നഴ്സും ശുശ്രൂഷിക്കുന്നത്. ദൈവം ഓരോ വ്യക്തിയിലും നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാക്കളുടെ രക്ഷയും നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിനെയും തളർച്ച മൂലം നമുക്ക് ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിയാതെ പോകുന്നു. പ്രിയമുള്ളവരെ, സങ്കീർത്തനം 23:3 ഇപ്രകാരം പറയുന്നു: അവിടുന്നാണ് എനിക്ക് ഉന്മേഷം നൽകുന്നത്. നമ്മുടെ ജീവിതം തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഹൃദയം തുറന്ന് ആ ദിവ്യകാരുണ്യനാഥനെ നമുക്കൊന്ന് വിളിക്കാം. ജെറമ്യാ 33:3 ഇപ്രകാരം പറയുന്നു: എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ആകാശവും ഭൂമിയും കടന്നുപോയാലും മാറ്റമില്ലാത്ത ആ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള നഴ്സുമാരെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. വെറും ഒരു TV പ്രോഗ്രാം കാണുന്ന ലാഘവത്തോടെ കാണാതെ സാധിക്കുന്നവർക്കെല്ലാം മുട്ടിന്മേലായിരുന്നുകൊണ്ട് മുസഫയിലെ ജോണി അച്ഛനോടും നഴ്സസ് മിനിസ്ട്രിയിലെ സഹോദരങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. അങ്ങേ ഞാൻ ആരാധിക്കുന്നു. റൂഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. ദിവ്യകാരുണ്യീശോയെ, 2 കോടി നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ കുഞ്ഞുമക്കളെയും അങ്ങയുടെ തിരുഹൃദയത്തോട് ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. പൊന്നുതമ്പുരാനെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ അങ്ങയുടെ ഇഷ്ടത്തിന്, അങ്ങയുടെ സ്നേഹത്തിനോട് യോജിച്ച് വളർത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കാതെ പോയ എല്ലാ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പൊന്നുതമ്പുരാനെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നുതമ്പുരാനെ, മക്കളില്ലാത്ത ഞങ്ങളുടെ കുഞ്ഞു സഹോദരങ്ങളെല്ലാം സമർപ്പിക്കുന്നു ഈശോയെ. മക്കളെ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. അനേകം കൃപകൾ കൊണ്ട് ഞങ്ങളുടെ കൂട്ടായ്മയെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ദിവ്യകാരുണ്യ ഈശോയെ, നീ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ കുഞ്ഞുമക്കളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ കുടുംബമെല്ലാം നിറയട്ടെ. ഞങ്ങളുടെ കുഞ്ഞുമക്കളെല്ലാം നിറയട്ടെ. ഞങ്ങൾ കണ്ടുമുട്ടുന്നവരെല്ലാം നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്നാത്മാവാൽ നയിക്കണമേ, ആത്മാക്കളെ നേടുവാൻ നിന്റെ വിശുദ്ധിയാൽ നിറയ്ക്കണമേ. നിനക്കായി ഞാൻ സാക്ഷിയാകാം, നിന്റെ വിശുദ്ധിയാൽ നിറയ്ക്കണമേ. നിനക്കായി ഞാൻ സാക്ഷിയാകാം. യേശുവേ, നീ എന്നും എന്റേതു മാത്രം. ആരാധന, ആരാധന, ആരാധന അങ്ങേക്ക്. ആരാധന, ആരാധന അങ്ങേക്ക്. ആരാധന. ഞങ്ങളുടെ നല്ല ഈശോയെ, എല്ലാവരെക്കാളും അധികമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, ഞങ്ങളുടെ പൊന്നു മക്കളെ ഓരോരുത്തരെയായി അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളെയും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കളെയും നിന്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ദൂരത്തിലായിരിക്കുന്ന മാതാപിതാക്കന്മാരെ സമർപ്പിക്കുന്നു. മാതാപിതാക്കന്മാരുടെ സ്നേഹം ഒട്ടും പോലും അറിയാതെ വളരുന്ന ഓരോ കുഞ്ഞുമക്കളെയും നിന്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, സ്നേഹത്തിൻ്റെ എല്ലാ വിടവുകളും നികത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്നേ ദിവസം നിന്റെ തിരുരക്തം ഒഴിച്ച് ദൈവസ്നേഹത്താൽ ഓരോ മക്കളെയും പൊതിയണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ നല്ല തമ്പുരാനെ, അങ്ങയുടെ അനന്തകാരുണ്യത്തിലേക്ക് മദ്യപാനത്തിലും മയക്കുമരുന്നിലും ആഡംബര ജീവിതത്തിലും ഭോഗാസക്തിയിലും ജീവിക്കുന്ന ലോകമെമ്പാടുമുള്ള 2 കോടി നേഴ്സുമാരുടെയും മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസിനെ പോലെ, വിശുദ്ധ മേരി മഗ്ദലനായെ പോലെ തിരുസഭയുടെ വിശുദ്ധരായി തീരുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ഈശോയെ, പഠനത്തിൽ അലസത കാട്ടുന്ന കുഞ്ഞുങ്ങളെയും പഠിക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന മക്കളെയും പഠനത്തിന് മുൻതൂക്കം നൽകുന്ന മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ആത്മീയ കാര്യങ്ങൾ മാറ്റിവെച്ച് ലൗകിക വ്യഗ്രതയിൽ ജീവിക്കുന്ന ഈ ലോകത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പുനതമ്പുരാനെ, സമൂഹത്തിനും വ്യക്തികൾക്കും ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ദൈവികമായ അറിവ് നൽകി ഈ കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഈശോയെ, അങ്ങയുടെ പദ്ധതി അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ലൗകിക മോഹങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഈശോയുടെ പദ്ധതിയുടെ ഭാഗമായി തീരുവാനായിട്ട് ഞങ്ങളുടെ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. അധ്വാനശീലവും ഉത്സാഹവുമുള്ള ഒരു നല്ല തലമുറയെ വളർത്തിയെടുക്കുവാനായിട്ട് ലോകമെമ്പാടുമുള്ള 2 കോടി നേഴ്സുമാരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. സ്നേഹസമ്പന്നനായ നല്ല ഈശോയെ, സ്വർഗീയ അപ്പച്ച, ദൈവിക ദാനം എന്തെന്ന് അനുഭവിക്കാൻ സാധിക്കാത്ത മക്കളെ, ദൈവവചനം വായിക്കാനോ അറിയാനോ ആഗ്രഹമില്ലാത്ത കുഞ്ഞുങ്ങളെ, ദൈവസ്നേഹം എന്തെന്ന് അറിയാത്തവരെ, ഈശോയെ ചുറ്റുമുള്ളവരെ വളരെയധികം കോപത്തോടെ നോക്കുന്ന മക്കളെ എല്ലാവരെയും നിന്റെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, യേശുവേ നാഥ, അവരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാമല്ലോ അവരെ ഇങ്ങനെയാക്കി തീർത്തത്. യേശുവേ, അങ്ങേ ഏറ്റവും പറ്റാത്ത സ്നേഹമൊഴുക്കി കോപമില്ലാത്ത വളരെയധികം പക്വതയാർന്ന കരുണയാർന്ന കർത്താവേ, എല്ലാ സ്നേഹത്തിൻ്റെയും ഉറവിടമായ അങ്ങേ ദിവ്യ സ്നേഹമൊഴുക്കി എല്ലാ മക്കളുടെയും ഹൃദയങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. അപ്പച്ച, യേശുവേ നാഥ, അങ്ങേ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ ഞങ്ങൾ ഓരോരുത്തർക്കും ഈശോയെ നിന്റെ സ്നേഹവും കരുണയും പറ്റുന്നത്രയും അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പച്ച, പലപ്പോഴും ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും അതിന് തടസ്സമായി നിൽക്കുന്ന ഈശോയെ, ഞങ്ങളുടെ ബലഹീനതകളെ കുറവുകളെ അങ്ങേ തിരുമുമ്പിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അപ്പച്ച, അതിനെയൊക്കെയും തരണം ചെയ്യുവാൻ അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഈശോയെ. അങ്ങേ തിരുരക്തം മക്കളായ ഞങ്ങൾ ഓരോരുത്തരിലേക്കും ഒഴുക്കി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രൂശിതനായ എൻ്റെ ഈശോയെ, മാറാരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ബ്രെയിൻ ട്യൂമർ, വിട്ടുമാറാത്ത തലവേദന, ശരീരവേദന, വിഷാദരോഗം, ബുദ്ധിമാന്യം സംഭവിച്ച കുഞ്ഞുമക്കൾ എന്നിങ്ങനെ വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന എല്ലാ കുഞ്ഞുമക്കളും അവരുടെ മാതാപിതാക്കളും രോഗത്തെ ഓർത്ത് തകർന്നിരിക്കാതെ ദൈവത്തെ ആരാധിക്കുവാനുള്ള കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഞങ്ങളുടെ ഈശോയെ, ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തിയും സംഭവിക്കട്ടെ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയാ 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 ത്രിത്വൈക ദൈവത്തിൻ്റെ നിറകുട സാന്നിധ്യമേ, നിന്നിലാണ് ഞങ്ങളുടെ അഭയമെന്നും സർവമാലാകമാരും വിശുദ്ധരും ഓരോ നിമിഷവും നിന്നെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള ബോധ്യം ഈശോയെ നിൻ്റെ ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സ് പറയുകയാ. ഓ ദിവ്യകാരുണ്യമേ, മറ്റൊരു കാരുണ്യമായി മാറുവാനാണ് ഞങ്ങൾ നിൻ്റെ മുമ്പിൽ ആ ഒരു കൃപയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ കേണപേക്ഷിച്ചും പ്രാർത്ഥിക്കുന്നത്. മാനുഷികമായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളുമെല്ലാം ഞങ്ങളിൽ നിന്നും അല്പമായിട്ട് അകറ്റിക്കൊണ്ട് കാരുണ്യത്തിൻ്റെ പ്രതീകമായി മാറുവാൻ ഞങ്ങളിന്ന് നിൻ്റെ മുമ്പിൽ അണയുമ്പോൾ ദൈവമേ, നീ ഏറ്റവും കൂടുതൽ ഭൂമിയിലായിരുന്ന ഓരോ നിമിഷവും കാരുണ്യത്തിൻ്റെ വക്താവായിരുന്നുവല്ലോ. സമരയക്കാരൻ്റെ നല്ല ഉപമയിലൂടെയും ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെയും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ ജീവിത ശൈലിയിലൂടെയും എല്ലാം നീ എപ്രകാരമായിരുന്നു കാരുണ്യമായി മാറിയതെന്ന് ഞങ്ങൾ കാണുന്നുണ്ട്. അവസാനം പത്രോസിനും പൗലോസിനുമെല്ലാം അവരെ വിശുദ്ധ ഗണത്തിലേക്ക് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവയെക്കാളും അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോഴും നിന്നിൽ ആ കാരുണ്യമാണ് ഞങ്ങൾ മനസ്സിലാക്കിയതും. ഈശോയെ, ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കുമ്പോൾ 2 കോടിയോളം വരുന്ന സഹോദരി സഹോദരന്മാർ ഈ മിനിസ്ട്രി തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്രകാരം ഒരു കാരുണ്യമായി മാറുവാൻ ദൈവമേ, ഈ മക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അതോടൊപ്പം ഓരോ വിശ്വാസിയെയും ഈ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രതീകമായി മാറുവാൻ ഒരുക്കി വാർത്തെടുക്കണമേ. നിൻ്റെ അനുഗ്രഹ ആശീർവാദങ്ങളാൽ നീ ഞങ്ങളെ തൊട്ട് തലോടി അനുഗ്രഹിക്കണമേ. നിൻ്റെ നിറകുട സാന്നിധ്യമായി മാറുവാൻ ഞങ്ങളെ നീ ആശീർവദിക്കണമേ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം
ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ നന്ദി പറയുന്നു, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ നന്ദി പറയുന്നു, ഈശോയെ മഹത്വപ്പെടുത്തുന്നു, ഈശോയെ നന്ദി പറയുന്നു, ഈശോയെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാ മിശിഹാതൻ ദിവ്യനിടം വാഴ്ത്തിടുവിൻ. വരനിരയാൽ ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചുരുങ്ങുകയും തളർന്നുപോയ നമ്മുടെ മനസ്സുകൾക്ക് ഉന്മേഷം പകരുകയും ചെയ്ത ദിവ്യകാരുണ്യനാഥന് നമുക്ക് നന്ദി പറയാം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ മാസം ആരാധനയുടെ അവസരത്തിൽ നാം ഒന്നിച്ചാരംഭിച്ച എല്ലാ നഴ്സുമാർക്കും വേണ്ടിയുള്ള അനുദിന പ്രാർത്ഥന നിങ്ങളിപ്പോഴും തുടരുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. ഓരോ നഴ്സും ഈശോയുടെ സ്നേഹത്തിൻ്റെ നീർച്ചാലുകളായി രൂപാന്തരപ്പെടണമെങ്കിൽ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൂടിയേ തീരൂ. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് മുസഫ നഴ്സസ് മിനിസ്ട്രിയിലെ സഹോദരങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.